എവ്രിവൺ. അപ്പോൾ നാളത്തെ നിങ്ങളുടെ ബിസിനസ് എക്സാമിന് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പായിട്ടും 100% തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസോ, അല്ലെങ്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ബിസിനസ്സും എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസോ, അല്ലെങ്കിൽ ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള ഡിഫറൻസോ ചോദിച്ചിട്ടായിരിക്കും. അപ്പം ഓൾ ഇൻ ഓൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു ടേബിൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ നോട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ബിസിനസ്, പ്രൊഫഷന്, എംപ്ലോയ്മെന്റ്, ഇവ മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബിക്കോസ് ഉറപ്പായിട്ടുള്ള ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എന്തായാലും ഇത് സംബന്ധിച്ചായിരിക്കും നാളെ എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ എന്താണ് വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ചെറിയ രീതിയിൽ ഉണ്ടാവും, ബട്ട് വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല. ഇപ്പം നാളെ ഞാൻ ബിസിനസ് തുടങ്ങുന്നെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ തുടങ്ങാൻ പറ്റും. പക്ഷേ പ്രൊഫഷൻ്റെ കേസ് നോക്കുമ്പോൾ എന്താവണം, നമുക്കൊരു മെമ്പർഷിപ്പ് വേണം, പ്രൊഫഷണൽ ബോഡിയിലുള്ള ഒരു മെമ്പർഷിപ്പ് വേണം. അതായത് നാളെ എനിക്ക് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷനും MBBS ഒക്കെ പാസ്സായി മെഡിക്കൽ കൗൺസിലൊക്കെ എനിക്ക് മെമ്പർഷിപ്പ് ഒക്കെ കിട്ടിയാലേ എനിക്ക് എന്താവാൻ പറ്റുള്ളൂ, ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഇനി എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അണ്ടർ എ കോൺട്രാക്ട്. അതായത് നമ്മളൊരു പുതിയ സ്ഥാപനത്തിലൊക്കെ എന്ത് ചെയ്യുമ്പോൾ ഒരു ലെറ്റർ ഒക്കെ കിട്ടും, അല്ലെ, വെൽക്കം ലെറ്റർ ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ നമുക്ക് തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഓരോന്നിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എക്സാമ്പിൾസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഷോപ്പ് ആവാം, ഫാക്ടറീസ് ആവാം, ഇതൊക്കെ ബിസിനസ്സിൽ പെടുന്നതാണ്. പ്രൊഫഷനിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ലീഗൽ സർവീസസ്, ഒരു അഡ്വക്കേറ്റ്, പിന്നെ എന്താണ് നമ്മളുടെ ഡോക്ടേഴ്സ്, CA, ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്, പ്രൊഫഷനിലാണ് വരുന്നത്. ആൻഡ് എംപ്ലോയ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിലുള്ള ജോലി, ഇൻഷുറൻസ് കമ്പനീസിലുള്ള ജോലികൾ, അതൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ്, ഇതൊക്കെ വരുന്നത് എംപ്ലോയ്മെന്റിലാണ്. അപ്പോൾ ഉറപ്പിക്കാവുന്ന ഒരു ഷോ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊമേഴ്സ് എന്താണെന്നും കൊമേഴ്സിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് എന്താണെന്നും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹിൻഡ്രൻസസ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്താണ്, റിസ്ക് എന്താ, ഫിനാൻസ് എന്താ, നോളജ് എന്താ, അല്ലെങ്കിൽ ടൈം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ കൊമേഴ്സ് എന്താണെന്നുള്ള ആൻസറും അതിന്റെ ഫംഗ്ഷൻസും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ഹിൻഡ്രൻസ് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യനും നാളെ ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആണല്ലേ. ഒരു ഗുഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ആണ്. ഇനി ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം, നമ്മൾ ഷിപ്മെന്റ് പോലെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിയാൽ അതിനെ നമ്മൾ റിക്കവർ ചെയ്യുന്നത് ഇൻഷുറൻസ് വഴിയാണ്. ഇനി ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാങ്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിൻഡ്രൻസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റിന്റെയും ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ത്രൂ അഡ്വർടൈസ്മെന്റ് ആണ്. ആൻഡ് ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. പ്രൊഡക്ട്സ് കേടാവാതെ സ്റ്റോർ ചെയ്യാണ്. ആ ഒരു ടൈം പീരീഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? വെയർ ഹൗസസിലാണ്. അപ്പോൾ ഈ ഒരു ഹിൻഡ്രൻസസ് കൃത്യമായിട്ട് പഠിക്കുക, കാരണം നാളെ എക്സാമിന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. അവിടെ നിങ്ങൾ ഈ ഒരു 8 സ്റ്റെപ്സും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അതിന്റെ സൈസ് എങ്ങനെയാണ്, വലിയ ബിസിനസ് തുടങ്ങണോ ചെറിയ ബിസിനസ് തുടങ്ങണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക. പിന്നെ ആ ബിസിനസ് എവിടെ തുടങ്ങണം? ഓക്കെ, ഇപ്പം ഒരു ചായക്കടയ്ക്കാണെങ്കിൽ ബെറ്റർ എവിടെയായിരിക്കും? ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഓഫീസൊക്കെ ഉള്ള ഒരു ലൊക്കാലിറ്റിയുടെ അടുത്തായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ലൊക്കേഷന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് അറേഞ്ച് ചെയ്യുക. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുക. നെക്സ്റ്റ് കോമ്പറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ് കൂടി വേണം അല്ലെ. നല്ല രീതിയിൽ നല്ല പങ്ക്ച്വൽ ആയിട്ടുള്ള നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയീസും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് ടാക്സസ് എന്തായാലും നമ്മൾ അടിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ടാക്സ് പ്ലാനിങ് നടത്തുക. ആൻഡ് ലാസ്റ്റ് വി ക്യാൻ ഡു ലോഞ്ചിങ് ദ എന്റർപ്രൈസ് അല്ലെ. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്ഥാപനം ആരംഭിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും തന്നെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട മക്കളെ, നെക്സ്റ്റ് എക്സാമിൽ ഇതിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയൊരു റിഗ്രറ്റ് ഒക്കെ വരികയാണ്, കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഇനിയും നമ്മുടെ ബാച്ച് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 4299 കിട്ടുന്നതാണ്. ഇനി നാളേക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഓഫർ ഇല്ല കേട്ടോ. ബിക്കോസ് August
26 നമ്മുടെ ഓഫർ അവസാനിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയുള്ള ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതും വെറും 4299 റുപ്പീസിനാണ്. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യണമെങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് തന്നിട്ടുണ്ടാവും. അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തിടാം. ഇപ്പോൾ പൈസ ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.